താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. കഞ്ഞിയും പയറും അച്ചാറും എടുത്തു വച്ചതിന് ശേഷമാണ് ജയൻ ദേവിയെ വിളിക്കാനായി റൂമിലേക്ക് വന്നത്. തനിക്ക് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരണമോ അതോ ഇറങ്ങി വരുമോ? ജയൻ റൂമിൽ വന്ന് ദേവിയോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വരാൻ കഴിക്കാൻ, ദേവി പതിയെ പറഞ്ഞു. ജയൻ അവിടെ തന്നെ നിന്നു. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നിലത്തേക്ക് കാലുകുത്തുമ്പോൾ ഭൂമി ചുറ്റുന്നത് പോലെ തോന്നുന്നു. ചുമരൊക്കെ തനിയെ കറങ്ങുന്നു. തലകറക്കം വിട്ടുമാറുന്നില്ല. എങ്കിൽ പോലും അത് ജയനോട് പറയാതെ അവൾ നടക്കാൻ ശ്രമിച്ചു. എന്നാൽ 2 ചുവട് വച്ചപ്പോൾ തന്നെ അവൾ വീഴാൻ പോയവളെ ദേവൻ വേഗം അണച്ചു പിടിച്ചു. ദേവിയും അവൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു വീഴാതിരിക്കാൻ. എന്താ ദേവി, തനിക്ക് തലകറക്കം കുറവില്ലെങ്കിൽ അത് പറയണ്ടേ? ഇനിയും ഇത് വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. ചിലപ്പോൾ ലോ BP ആയിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മെഡിസിൻ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങണ്ടേ? ഇന്നിപ്പോൾ എന്തായാലും പോകണ്ട. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പോകാം. ഈ തലകറക്കവും വെച്ച് താൻ താഴേക്ക് വരണ്ട. ഞാൻ കഴിക്കാൻ ഇവിടെ എടുക്കാം. അത് വേണ്ട, എനിക്ക് മോളെയും അമ്മയെയും കണ്ട് അവിടെ ഇരുന്ന് കഴിക്കണം. ഞാൻ പതിയെ നടന്നു വന്നുകൊള്ളാം. ജയൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൈ പിടിച്ച് തനിക്ക് നടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആദ്യം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് വീണുപോയാലോ എന്ന് ഭയന്ന് അവൾ ജയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സ്റ്റെപ്പിനടുത്ത് വരെ കൈപിടിച്ച് നടന്നു വന്നെങ്കിലും സ്റ്റെപ്പ് ഇറങ്ങാൻ വല്ലാതെ ബുദ്ധിമുട്ടി ദേവി. ജയൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദേവിയെ തൂക്കിയെടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. കണ്ണ് ചെമ്മി തുറക്കുമ്പോഴേക്കും താഴെ എത്തിയിരുന്നു. പൊതുവേ വലിയ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു പെണ്ണിൻ്റെ. ജയൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ മടി തോന്നി. വായിക്ക് കശപ്പ് കാരണം അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ മഹേശ്വരിയമ്മ നിർബന്ധിച്ച് 2-3 സ്പൂൺ കഞ്ഞിയും അച്ചാറും കഴിപ്പിച്ചു. അന്നൊരു ദിവസം കൂടി മഹേശ്വരി അമ്മയുടെ അടുത്താണ് മോളെ കിടത്തി ഉറക്കിയത്. പതിവ് പോലെ പകൽ സമയങ്ങളിൽ പനി കുറഞ്ഞും രാത്രിയാകുമ്പോൾ പനി കൂടിയുമിരുന്നു. 3 ദിവസം നീണ്ട പനിക്ക് ശേഷം ദേവിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പനി മാറിക്കഴിഞ്ഞപ്പോഴാണ് പനിയുടെ കൂട്ടുകാരനായ ചുമയുടെ വരവ്. പിന്നെ ഒരാഴ്ച നിർത്താതെ ബാൻഡ് മേളമായിരുന്നു വീട്ടിൽ. വൈകുന്നേരം സിദ്ധു ഓഫീസിൽ നിന്നും വന്ന സമയം മുതൽ രമ്യ മുഖവും കയറ്റി നടപ്പാണ്. ബാക്കി എല്ലാവരോടും ചിരിച്ച് കളി പറയുന്നവൾ സിദ്ധു മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം വെട്ടിക്കും. ഭക്ഷണം കഴിച്ച് റൂമിലെത്തുന്നത് വരെ ആ ഒളിച്ചുകളി ഉണ്ടായിരുന്നു. ഒടുവിൽ നിവർത്തിയില്ലാതെ സിദ്ധു കാര്യം തിരക്കാനായി ചെന്നു. എന്താണെന്ന് പ്രിയതമയുടെ മുഖം കടന്നൽ കുത്തിയ ഭാവം. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു എന്നെ കാണുമ്പോഴുള്ള ഈ ഒഴിഞ്ഞുമാറ്റം. എല്ലാവരും എന്നെ കളിയാക്കുന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു. പെണ്ണിൻ്റെ മുഖം വീർത്തു. ഓഹ്, അതാണോ ഈ കടന്നൽ കുത്തിൻ്റെ കാര്യം? നമുക്ക് കുറച്ച് നാളുകൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ രമ്യ? സിന്ധു പെണ്ണിൻ്റെ മനസ്സറിയാനായി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അത് വേണ്ട സിദ്ധു ഏട്ടാ, എനിക്കും ശരിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞിന്. പിന്നെ ഇത്ര നാളും പറയാതിരുന്നത് ദേവിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമായതിനു ശേഷം നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് തോന്നി. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം ഇപ്പോൾ കുഞ്ഞു വേണമെന്നാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാ വേണ്ടെന്ന് വയ്ക്കുന്നത്? അപ്പോൾ പിന്നെ എങ്ങനെ? ഓക്കെ ആണോ? തമാശ രൂപയാണ് സിദ്ധു അത് ചോദിച്ചത്. ഡബിൾ ഓക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണ് മുഖം പൊത്തിപ്പിടിച്ചു. ഇതാണിപ്പോൾ നന്നായത്. ഇങ്ങനെ മുഖവും പൊത്തിയിരിക്കുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. കളിയായി പറഞ്ഞുകൊണ്ട് പെണ്ണിനെ വലിച്ച് നെഞ്ചത്തേക്ക് ചേർത്തു. കുറച്ച് നാളായി എൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങി. അവളെ കോരിയെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി അവളുടെ മേലേക്ക് വീണു. ബെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പെണ്ണിൻ്റെ മേനിയഴകു നോക്കി. ഇങ്ങനെ നോക്കല്ലേ സിദ്ധുവേട്ടാ, എനിക്ക് നാണമാ. എത്ര കണ്ടാലും നുകർന്നാലും കൊതി തീരില്ല പെണ്ണെ. അത്രയും പ്രണയമാണ് നിന്നോട്. അവളുടെ ചുണ്ടിണയിൽ തുടങ്ങിയ ചുംബനങ്ങൾ പരിധി ലംഘിച്ചു. ഉടലാകെ പടർന്നു തുടങ്ങി. സിരകളിൽ പ്രണയവും കാമവും ഒരുപോലെ ഇരുവരും ഉണർത്തി. ചുംബനത്തിൻ്റെ ഭാവം മാറി വന്യമായി. ഇരുവരും മത്സരിച്ചു പരസ്പരം പ്രണയം പങ്കിടാൻ. 4 ചുവരുകൾക്കുള്ളിൽ ശീൽക്കാരങ്ങളും കുറുകലും. ഒടുവിൽ അവളുടെ മാറിലേക്ക് സിദ്ധു തളർച്ചയോടെ വീണു. അവനെ ചേർത്ത് പിടിച്ച ആ ചുണ്ടുകളെ മതിയാവാതെ നുണഞ്ഞു അവളും. എന്താ മോളെ, ഒരു റൗണ്ട് കൂടി പോകാം? കള്ളച്ചിരിയോട് സിദ്ധു ചോദിച്ചു. അവൾ ഇരു കൈയും വിരിച്ചു പിടിച്ച് അവനെ തന്നിലേക്ക് സ്വീകരിച്ചു. പുറത്ത് ഭൂമിയെ നനച്ചുകൊണ്ട് പുതുമഴ പെയ്തു. പുതുമണ്ണിൻ്റെ മണം. കോരിച്ചൊരിയുന്ന മഴയിലും ഇരുവരുടെയും ശരീരം വിയർത്തു. ഒടുവിൽ ഒരു പുതപ്പിനുള്ളിൽ നഗ്നത മറച്ചുകൊണ്ട് ഇരുവരും എതിരെയെ പുൽകി.
രാത്രിയിൽ മഴ പെയ്യുന്ന ഒച്ച കേട്ട് ദേവി ഉണരുമ്പോൾ പുറത്ത് കോരി ചൊരിയുന്ന മഴ. അവൾ എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു. മാതുമോളെ പുതപ്പിച്ച് കിടത്തിയിട്ട് നോക്കുമ്പോൾ ദിവാൻ കോട്ടിൽ ജെയിൻ ചുരുണ്ട് കിടക്കുന്നു. അവൾക്ക് വിഷമം തോന്നി. തനിക്ക് ബുദ്ധിമുട്ടാവേണ്ട എന്നോർത്താണ് പാവം ഇവിടെ കിടക്കുന്നത്. അവൻ്റെ അടുത്തേക്ക് ചെന്ന് അല്പനേരം നോക്കി നിന്നു. ബെഡിലേക്ക് കിടക്കാൻ പറയണമെന്ന് തോന്നി. പക്ഷേ എന്തോ ഒന്നതിനെ പിന്തിരിപ്പിക്കുന്നു. അവളൊരു ഷീറ്റെടുത്ത് അവനെ പുതപ്പിച്ചു. തിരികെ ബെഡിലേക്ക് കിടന്നു. എന്നാൽ ഉറക്കമുണർന്ന് കിടന്ന ജയൻ അവളുടെ ചെയ്തികളിൽ ചുണ്ടിൽ ചിരിവിരിഞ്ഞു. പെണ്ണിന് ആട്ടമുണ്ട്. ഞാൻ കാത്തിരിക്കാം, എന്നെ നീ അംഗീകരിക്കുന്നത് വരെ. അതുവരെ അകന്നു നിന്ന് നിന്നെ പ്രണയിച്ചോളാം ഞാൻ. ഒടുവിൽ എൻ്റെ പ്രണയിച്ചൂട് താങ്ങാനാകാതെ ഞാൻ നിന്നെ എൻ്റെ മാറിൽ ചേർത്ത് പിടിക്കും. രാവിലെ പതിവ് പോലെ ദേവി എഴുന്നേറ്റ് പോയപ്പോൾ ജയൻ മാതുമോളുടെ അടുത്തേക്ക് ബെഡിൽ കിടന്നു. പതിവ് പോലെ മോൾക്ക് പുതച്ചു കൊടുക്കാൻ നേരം അച്ഛനെയും ചേർത്ത് പുതച്ചു. നേർത്ത ചിരിയോടെ അതേ പുഞ്ചിരി ജയൻ്റെ ചുണ്ടിലും സ്ഥാനം പിടിച്ചു. ഒരു ഗ്ലാസ് ചായയുമായി ഭവാനിയമ്മ ഹരിയുടെ മുറിയിലെത്തി. ഹരി, എടാ ഹരി. എന്താ അമ്മേ? എനിക്കിന്ന് ഓഫീസിൽ പോകണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ ഇത്രയും നേരത്തെ എന്നെ വിളിച്ചുണർത്തുന്നത്? കിടക്കയിൽ ഒന്നുകൂടി അമർന്ന് കിടന്നുകൊണ്ട് ഹരി ചോദിച്ചു. ഇന്ന് ഞായറാഴ്ചയാണെന്നും നിനക്കൊരിടത്തും പോകേണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. അതല്ലടാ, നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ ദേവിമോളെ കാണാൻ പോയാലോ? എന്തോ എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നുന്നു. എത്ര നാളായി അവളെ കണ്ടിട്ട്. ഹരി ഒരു കൈ ബെഡിൽ കുത്തി തലയിൽ താങ്ങി അമ്മയെ നോക്കി. ഇന്നലെ ദേവനെ സ്വപ്നം കണ്ടു. അപ്പോൾ മുതൽ അവളെ ഒന്ന് കാണാൻ തോന്നുന്നു. നമ്മളൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്ന് അവന് തോന്നിക്കാണും. അതായിരിക്കും അവൻ സ്വപ്നത്തിൽ വന്നത്. അമ്മയ്ക്ക് കാണണമെങ്കിൽ നമുക്ക് പോകാം. അതിനിങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ അമ്മേ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് എഴുന്നേൽക്ക്. നമുക്ക് അവൾക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പോകുന്ന വഴിക്ക് അമ്മുവിനെയും കൂടി കണ്ടിട്ട് പോകാം. ദേവിയുടെ വിവാഹത്തിന് കണ്ടതാണ്. അതിൽ പിന്നെ ദത്തനെയും അമ്മുവിനെയും കണ്ടില്ല. 11 മണിയായപ്പോൾ അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കി കൂട്ടി റെഡിയായി ഇറങ്ങി വന്നു. ഇതെന്താ അമ്മേ, എല്ലാം കൂടി ഒരു ചാക്കുണ്ടല്ലോ? ഹരി അമ്മയുടെ കയ്യിലിരുന്ന സഞ്ചി വാങ്ങി കാറിനുള്ളിലേക്ക് വെച്ചു. ആദ്യം പോയത് അമ്മുവിനെയും ദേവനെയും കാണാനാണ്. ദേവിക ഉമ്മറത്തിരുന്ന് പേപ്പർ വായിക്കുമ്പോഴാണ് ഹരിയുടെ കാർ മുറ്റത്ത് വന്ന് നിന്നത്. പേപ്പർ മടക്കി വെച്ച് അവരെഴുന്നേറ്റ് അതിഥികളെ സ്വീകരിച്ചു. ഇന്നലെയും കൂടി ഞാൻ ദത്തനോട് പറഞ്ഞതേയുള്ളൂ, ഭവാനിയെ കണ്ടിട്ട് കുറേ നാളായെന്ന്. അമ്മു, അകത്തേക്ക് നോക്കി ദേവിക വിളിച്ചു. അമ്മുവിൻ്റെ മടിയിൽ കിടന്ന് വയറിൽ ചുണ്ട് ചേർത്ത് വിരലുകൾ കൊണ്ട് നുള്ളി രസിക്കുകയായിരുന്നു ദത്തൻ. വെറുതെ ഇരിക്കും ദത്തേട്ടാ, അമ്മ അപ്പുറത്തുണ്ട്. നീ അടങ്ങിയിരിക്കും പെണ്ണെ, അമ്മയ്ക്കറിയാം നമ്മൾ യുവമിഥുനങ്ങളാണെന്ന്. അമ്മു മോളെ, ദേ അമ്മ വന്നിരിക്കുന്നു. മടിയിൽ കിടന്ന ദത്തനെ തള്ളി മാറ്റി പെണ്ണ് പുറത്തേക്ക് ഓടി. എൻ്റെ നടുവ് ഡി കുമ്മുവേ, നിന്നെ ഞാൻ എടുത്തോളാം. കുരുപ്പ് മനുഷ്യൻ്റെ നടുവ് ഒടിച്ചു. ആര് കേൾക്കാൻ? പെണ്ണ് ഉമ്മറത്തെത്തി. നിലത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു കൈ നീണ്ടു വരുന്നു. എനിക്കറിയാമടി നീ വരുമെന്ന്. അവനെ കയ്യിൽ പിടിച്ച് മുഖമുയർത്തി നോക്കി. ആ ഹരി, നീ എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നു. നിനക്കെന്ത് പറ്റി? പറ്റിയതൊന്നും പറയണ്ട. ബുദ്ധിക്ക് 5 പൈസ കുറവുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. വീട്ടുകാർ വന്നെന്നറിഞ്ഞ് എന്നെ ഉരുട്ടിത്തള്ളി താഴെ ഇട്ടു. കുരുപ്പ്. ഡാ, നിനക്ക് ഫീലായോ? ഹരി ദത്തനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. ഞാൻ അവളുടെ കുസൃതികൾ ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പതിവാണ്. നീ എന്താ രാവിലെയും? അമ്മയ്ക്ക് രാവിലെ എല്ലാവരെയും കാണണമെന്ന്. ഇവിടെ നിന്ന് തുടക്കം, ഇനി ഏട്ടത്തെയും കാണാൻ പോകണം. ഞങ്ങളും ഇന്ന് ഏട്ടത്തിയെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന കാച്ചിലും ചേനയും ചക്കയും തേങ്ങയും ആട്ടിയ എണ്ണയും ചക്കവരട്ടിയും ഒക്കെ എടുത്തു വെച്ചു. എന്തിനാ ഭവാനി ഇതൊക്കെ ചുമന്നുകൊണ്ട് വന്നത്? ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ദത്തൻ്റെ അമ്മേ. എങ്കിലും എൻ്റെ ഒരു സന്തോഷം മോളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കാൻ. ദേവിമോൾക്കുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി അവളെ കൂടി കണ്ടിട്ട് വേണം പോകാൻ. അതെന്തായാലും നന്നായി. എല്ലാവരും ഒപ്പമുണ്ടെന്ന് അവൾക്ക് സമാധാനമാവും. ഇവരിന്ന് അവിടേക്ക് പോകാനിരിക്കുന്ന. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമല്ലോ. എടാ ഹരി, ഞങ്ങളെല്ലാവരും സെറ്റിൽഡായി. നിനക്കിങ്ങനെ നടന്നാൽ മതിയോ? ഒന്നും അങ്ങോട്ട് സെറ്റായി വരുന്നില്ലടാ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാവും പോക്കും. പനി മാറിയെങ്കിലും ക്ഷീണം നല്ലവണ്ണമുണ്ട് ദേവിക്ക്. ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം മോളെ. വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ക്ഷീണം പതിയെ മാറിക്കൊള്ളും. മാതുമോള് പാല് കുടിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ട് നീ അതിനനുസരിച്ച് ഭക്ഷണം ഒന്നും കഴിക്കുന്നതുമില്ല. ഇങ്ങനെയായാൽ ശരിയാവില്ല. മോളുടെ പാല് കൂടി നിർത്താം. അങ്ങനെ പറയല്ലമ്മേ. അവൾ പാല് കുടിക്കട്ടെ. എങ്കിൽ നീ അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കണം. അമ്മ പറയുന്ന എന്ത് വേണമെങ്കിലും കേൾക്കാം. ഒരു കാര്യം ചെയ്യേ, മോള് പോയി കുളിക്ക്. ബാക്കി പണിയൊക്കെ അമ്മ ചെയ്തോളാം.
അത് വേണ്ട, എല്ലാ ജോലിയും അവൾ തന്നെ ചെയ്യും. മഹേശ്വരി അമ്മ എത്ര സഹായിക്കാമെന്ന് പറഞ്ഞാലും അവളമ്മയെ ഒന്നിനടുപ്പിക്കില്ല. ചോറ് വാർത്ത അവിയലും പുളിശ്ശേരിക്ക് കടുകും വറുത്തു. ബാക്കിയിരുന്ന മീനെടുത്ത് വറക്കാൻ വിട്ടു ദേവി. പാത്രങ്ങൾ കഴുകി മാറ്റി കിച്ചൺ സ്ലാബ് തുടച്ച് വൃത്തിയാക്കി. മിക്സിയുടെ ജാർ തഥാസ്ഥാനത്ത് വെച്ചു. മീൻ ഫ്രൈ ആയതും അവൾ കിച്ചണിൽ നിന്നിറങ്ങി. മെഷീനിലിട്ടിരിക്കുന്ന തുണികൾ മുകളിൽ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ട്. അയ്യയിൽ ഉണങ്ങി കിടന്നവയെല്ലാം പെറുക്കിക്കൊണ്ടുവന്നു. എല്ലാം മടക്കി സ്ഥാനത്ത് വെച്ചു. കുഞ്ഞിപ്പെണ്ണ് റൂമിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് അടുക്കി പെറുക്കി. അവൾ ഉണരുന്നതിന് മുമ്പ് കുളിക്കണം, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം കുളിക്കാൻ വേണ്ടി അവൾ നിർബന്ധം പിടിക്കും. വീട്ടിൽ നിന്നും അമ്മ കൊടുത്തുവിട്ട കാച്ചെണ്ണ അല്പം എടുത്ത് മുടിയിൽ തേച്ചു. മുടി വാരി ഉയർത്തി കെട്ടി. അലമാരിയിൽ നിന്ന് ഉടുത്തു മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ദേവി വാഷ്റൂമിൽ കയറി. സമയം ഏകദേശം 12 മണിയാകുന്നതേ ഉള്ളൂ. ബാൽക്കണിയിലിരുന്ന് ലാപ്പിൽ അർജൻറ്റായി വർക്ക് ചെയ്യുകയായിരുന്നു ജയൻ. അതുകൊണ്ട് തന്നെ ദേവി റൂമിലേക്ക് വന്നതോ കുളിക്കാൻ കയറിയതോ ഒന്നും അയാൾ കണ്ടില്ല. ജയൻ റൂമിൽ ബെഡിൽ മാളുമോളുടെ അടുത്തായി വന്ന് കിടന്നു. വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്നത് കേട്ടപ്പോൾ മനസ്സിലായി ദേവി കുളിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ മോളെ ഉണർത്താതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് ജയൻ. പെട്ടെന്നാണ് ദേവി വാഷ്റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. രണ്ടുപേരും ഒരുമിച്ചാണ് നോക്കിയത്. കണ്ണുകൾ തമ്മിലിടഞ്ഞു. മാതുമോൾ കളിക്കാൻ നേരം നിലത്ത് തൂവിയിട്ടിരുന്ന പൗഡറിലാണ് ദേവി കാൽ വെച്ചത്. കാൽ വരുതി നിലത്തേക്ക് വീഴാൻ ആഞ്ഞുപോയ ദേവിയെ ജയൻ കയ്യിൽ താങ്ങി നിർത്തി. എന്നാൽ നിലത്ത് ചിതറിക്കിടക്കുന്ന പൗഡറിൽ വഴുക്കി ജയൻ ദേവിയെയും കൊണ്ട് നിലത്തേക്ക് വീണു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.